Hello students, we are going to discuss about the topic on marketing management. So, an introduction to marketing management. Marketing is everywhere. Marketing touches every aspect of our lives from our very birth to our death. Core marketing concepts are customers, needs, wants, demands, product, exchange, value, satisfaction and market. ഇതെല്ലാമാണ് കോർ മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് പ്രോഫിറ്റബിളി മീറ്റ് ചെയ്യുക എന്നുള്ളത്. Definition of marketing can be classified into mainly three: product oriented definition, customer oriented definitions and value oriented definitions. Next is about difference between marketing and selling. സെല്ലിംഗ് എന്ന് പറയുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ട്രാൻസ്ഫറിങ് ആണെങ്കിൽ, കസ്റ്റമേഴ്സിലേക്കുള്ള ട്രാൻസ്ഫറിങ് ആണെങ്കിൽ സെല്ലിംഗ് ഫോക്കസ് ചെയ്യുന്നു സെല്ലറുടെ നീഡ്സിനെ, എന്നാൽ മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യുന്നു ബയ്യറുടെ നീഡ്സിനെ. സെല്ലിംഗ് മാക്സിമം സെയിൽസ് ആണ്, അതേപോലെ പ്രോഫിറ്റ് ആണ് എയിം ചെയ്യുന്നത് എങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെ. സെല്ലിംഗ് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് എംഫസൈസ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റിംഗ് എംഫസൈസ് ചെയ്യുന്നത് ലോങ് ടേം ഗോൾസ് ആണ്, സച്ച് ആസ് ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി. സെല്ലിംഗ് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആണ്, എന്നാൽ മാർക്കറ്റിംഗ് കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്. സെല്ലിംഗ് പൊസഷൻ യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു, എന്നാൽ മാർക്കറ്റിംഗ് ടൈം, പ്ലേസ് ആൻഡ് പൊസഷൻ യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ വാല്യൂ ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ ഫേം വാല്യൂ ഫോർ ഇറ്റ്സ് കസ്റ്റമേഴ്സ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും 5 ടൈപ്സ് ആണ് വരുന്നത്: ഫങ്ഷണൽ വാല്യൂ, സോഷ്യൽ വാല്യൂ, ഇമോഷണൽ വാല്യൂ, എപ്പിസ്റ്റമിക് വാല്യൂ ആൻഡ് കണ്ടീഷണൽ വാല്യൂ. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഫിലോസഫി ഓഫ് മാർക്കറ്റിംഗ്. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഫിലോസഫി തന്നെയാണ്. അപ്പോൾ ഒരു ബിസിനസ് ഫിലോസഫി എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും മാർക്കറ്റിംഗ് സെൻറ്റർ ഓഫ് ദ ഓർഗനൈസേഷനിലേക്കാണ് കസ്റ്റമേഴ്സ് വെക്കുന്നത്. ഇപ്പോൾ ഫിലോസഫി എന്ന രീതിയിൽ നമുക്ക് പറയാം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡ് ദാറ്റ് അപ്ലൈസ് ടു എവറിബഡി. എല്ലാവരിലേക്കും അത് അപ്ലൈ ചെയ്യുന്നു, ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന രീതിയിലാണ്. ആൻഡ് ദേ വർക്ക്സ് ഫോർ ദ ഓർഗനൈസേഷൻ. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സിംപ്ലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു സെറ്റ് ഓഫ് ടെക്നിക്സ് ആണ് അവിടെ പറയുന്നത്. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് വരുന്നത് പ്രൈസിങ്, the design of channel of distribution and new product development, and thus we can say that the modern philosophy of marketing is customer orientation. Next is about creating long-term loyalty relationships. For that we have to adopt several strategies like financial incentives, social as well as financial benefits, financial, social and structural benefits, club marketing programs. Next is about new marketing realities. അപ്പോൾ വിവിധ ഫോഴ്സുകളാണ് ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റീസിനെ ഡ്രൈവ് ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റീസ് ആർ നെറ്റ്വർക്ക് ഇൻഫർമേഷൻ ടെക്നോളജി, ഗ്ലോബലൈസേഷൻ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഡീറെഗുലേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഹൈറ്റൻഡ് കോമ്പറ്റീഷൻ. അതായത് ഇതെല്ലാം നമുക്ക് പരിചിതമായ ടേംസുകൾ തന്നെയാണ്. നെറ്റ്വർക്ക് ഇൻഫർമേഷൻ ടെക്നോളജി ആയാലും, ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം എന്നുള്ളത്, സാമൂഹികമായിട്ടൊരു റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്, ഡീറെഗുലേഷൻ ആണ്. ദെൻ പ്രൈവറ്റൈസേഷൻ അറിയാം നമുക്ക്, പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നു സ്വകാര്യവൽക്കരിക്കുക. ഹൈറ്റൻഡ് കോമ്പറ്റീഷൻ, കോമ്പറ്റീഷൻ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് തന്നെ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇൻഡസ്ട്രി കൺവേർജൻസ്. ഇൻഡസ്ട്രികളെല്ലാം കൂടി കൺവേർജ് ചെയ്യുന്നു, എല്ലാം കൂടി ഒന്നിലേക്ക്, ഒരു പോയിന്റിലേക്ക് എന്നുള്ള രീതിയിൽ. റീറ്റെയിൽ ട്രാൻസ്ഫോർമേഷൻ, റീറ്റെയിലായിട്ട് ട്രാൻസ്ഫോർമേഷൻ ചേഞ്ചസ് വരുന്നു.
അതേപോലെ ഡിസ്ഇൻ്റർമീഡിയേഷൻ, കൺസ്യൂമർ ബൈയിങ് പവർ, കൺസ്യൂമർ ഇൻഫർമേഷൻ, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ലൈക്ക്, അത് പറയേണ്ട ആവശ്യമില്ല, യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് എക്സെട്ര, കൺസ്യൂമർ പാർട്ടിസിപ്പേഷൻ, കൺസ്യൂമർ റെസിസ്റ്റൻസ് ആൻഡ് സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ്, സുസ്ഥിരമായിട്ടുള്ള മാർക്കറ്റിംഗ് എന്നുള്ളത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഇമ്പോർട്ടൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് മാർക്കറ്റിംഗ്. Importance of marketing to society, it includes mainly it provides for employment opportunities, raises standard of living, creates utilities, reduces cost, solves social problems, makes life easier, enriches society. അതേപോലെ കമ്പനീസിനുണ്ട് മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻകം ജനറേഷൻ, ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ, it helps in exchanging information, helps adapt to changing environment, മാറ്റപ്പെട്ട ചുറ്റുപാടിനോട് പൊരുത്തപ്പെടുക തന്നെ, expands global presence, helps to earn goodwill. Then same way to consumers, it provides quality products, provides variety of products, improves knowledge of consumers, helps in selection and consumer satisfaction. Importance of marketing to economy, it saves the economy from depression, increase in national income, economic growth, ploughing back of resources. ഇതെല്ലാം പരിചിതമായിട്ടുള്ള പോയിൻറ്റ്സുകൾ തന്നെയാണ്. ആൻഡ് ആസ് എ ഹോൾ എന്നുള്ള രീതിയിൽ ഇന്ത്യൻ ഇക്കോണമിയിലുള്ള മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറയുന്നത് പോയിൻറ്റ്സ് ആയിട്ട്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്സ്, increase in exports, increase in national income, improvements in the standard of living, increase in per capita income, industrial development, balanced growth of economy, development of the means of warehousing, and finally industrial development. Then next we move on to next topic, marketing management. So it is the process of planning, organizing, directing, controlling and evaluating the efforts of an organization for the purpose of achieving the marketing goals. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായ മാർക്കറ്റിംഗ് ഗോൾസ് എന്ന് പറയുന്നത്? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. നേച്ചർ ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഓർ the characteristics itself, it includes, it is a managerial function, goal oriented, determining appropriate marketing mix. Then specialized function, marketing concept in action, and finally we can say that marketing management, it is a universal function. Then about marketing management tasks, it includes conversional marketing. Conversional marketing means convert ചെയ്യാന്നെ, conversional marketing. Then it is about developmental marketing, then remarketing, and finally the maintenance marketing. Then we move to analyzing. We have to know, we have to analyze consumer markets. Consumer is the reason why business exists. So the main business of a company is to satisfy consumer needs and wants. Let's move on. Meaning and definition of consumer behavior. Consumer behavior is the study of how people buy, what they buy, when they buy, and why they buy products or services. In the words of Walters and Paul, അവർ ഡെഫിനിഷൻ മുന്നോട്ടേക്ക് വെക്കുകയാണ്. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഇൻഡിവിജ്വൽസ് ഡിസൈഡ് ചെയ്യുന്നു വാട്ട്, വെൻ, വെയർ, ഹൗ ആൻഡ് ഫ്രം ഹൂം, ആരിൽ നിന്ന് എന്ത് ചെയ്യണം, ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യണം എന്നുള്ളത്. Then difference between consumer behavior and buyer behavior. Consumer behavior involves the behavior of ultimate consumers, while buyer behavior involves the behavior of industrial customers. Factors influencing consumer behavior or buying decisions. It includes
It mainly classified into 5. First, it is about psychological factors. We are discussing about psychological factors. It includes consumer needs and motivation, perception, learning, beliefs, and attitudes. Then cultural factors, culture itself, subculture, and social class. Social factors, family, reference group, role and status. Personal factors includes age, gender, stages in the life cycle, occupation, lifestyle, personality, and self-image. Then about buying decision process. It includes recognition of an unsatisfied need, identification of alternatives, evaluation of alternatives, purchase decision, and post-purchase behavior. Then it's about an important topic, that is market segmentation. Let's move on. Meaning, the concept of market segmentation was introduced by Wendell R. Smith in 1956. So, market segmentation simply means മാർക്കറ്റ് ഡിവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ഇൻകം, ഏജ്, റേസ്, എഡ്യൂക്കേഷൻ, സെക്സ്, ജോഗ്രഫിക് ലൊക്കേഷൻ എന്ന ക്യാരക്ടറിസ്റ്റിക്സിനെയൊക്കെ അടിസ്ഥാനപരമായിട്ട്. ദെൻ ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു കോട്ട്ലർ, market segmentation is the subdividing of market into homogeneous subsection of customers. അപ്പോൾ പല സബ് സെക്ഷൻസ് ആക്കിയിട്ട് കസ്റ്റമേഴ്സിനെ അവിടെ ഹോമോജനസ് എന്ന് പറയുമ്പോൾ എന്താ ഒരേപോലെയുള്ള അവിടെ ഏതൊരു സബ്സെക്ഷനും ഇറ്റ് മേ കൺസീവ്ലി ബി സെലക്റ്റഡ്. ഏതൊരു സബ്സെക്ഷനെ വേണമെങ്കിലും അവിടെ ടാർഗറ്റ് മാർക്കറ്റായിട്ട് സെലക്റ്റഡ് ചെയ്യാം. അതിനകത്ത് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സും അവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. വിത്ത് എ ഡിസ്റ്റിങ്ക്റ്റ് മാർക്കറ്റിംഗ് മിക്സ്. Market segmentation process, establish overall strategy or objectives, decide the basis for segmenting the market, select segmentation variables, profile the segments, evaluate segment attractiveness, select segment or the target market itself. Criterias, homogeneity, measurability, substantiability, accessibility, profitability, responsiveness and growth potential. Need for segmentation, different people prefer different products. Their needs and wants are different. It is necessary to plan the products as per the targeted group of customers' needs and wants. It is necessary to develop pricing strategy. It is required to develop different promotional programs. It is needed for selection of brand ambassador. It is necessary to get competitive advantage. It is necessary to arrange physical distribution as well as for developing an appropriate ആയിട്ടുള്ള പാക്കേജ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ. ദെൻ അതേപോലെ അവിടെ ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്ങിന് അത്യാവശ്യമാണെന്ന് പറയുന്നു. അതേപോലെ തന്നെ അപ്രോപ്രിയേറ്റ് പാക്കേജിങ്ങും അവിടെ ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. Importance of market segmentation, it also includes first of all advantages to firms, increases sales volume, helps to prepare effective marketing plan, decisions എടുക്കാൻ, needs of consumers മനസ്സിലാക്കാൻ, competition win ചെയ്യാൻ, make best use of resources, marketing goals achieve ചെയ്യാൻ, market expand ചെയ്യാൻ, specialized marketing, innovations create ചെയ്യാൻ, higher market share. Advantages to consumers, customer oriented, quality products at reasonable prices and other benefits. Levels of market segmentation, it includes mainly segment marketing, niche marketing, local marketing and individual marketing. Market coverage strategies, undifferentiated marketing, അതായത് എല്ലാം ഒരേപോലത്തെ പ്രോഡക്റ്റ് എന്നുള്ളത്. ഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ്, വ്യത്യസ്തമായ വെറൈറ്റി വന്നു. കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ്, അതായത് ഒരു സ്പെഷ്യലൈസേഷൻ വന്നു എന്ന് തന്നെയാണ് കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ്. ആൻഡ് ഫൈനലി കസ്റ്റമൈസ്ഡ് ഓർ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ്. Basis of market segmentation, it finally, first of all, demographic segmentation. It includes demography, the term relate to population, age, sex, family life cycle, income, occupation, family size and education.
Geographic segmentation, area, climate and population density. Behavioral segmentation, attitude, product segmentation, occasion segmentation, benefit segmentation, volume segmentation and loyalty segmentation. Psychographic segmentation, lifestyle, personality and social class. Market targeting, let's move on. It involves ഡിസൈനിങ് അപ്രോപ്രിയേറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. പ്രൊഡക്റ്റിനെ കുറിച്ച്, പ്രൈസിനെ കുറിച്ച്, ഓരോ ടാർഗറ്റ് മാർക്കറ്റിലേക്കും, അതിനെയാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. മീനിങ് ഓഫ് ടാർഗറ്റ് മാർക്കറ്റ്, ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് അറ്റ് ഹൂം ദ എൻറ്റയർ മാർക്കറ്റിംഗ് എഫേർട്സ് ആർ ഡയറക്റ്റഡ്. മീനിങ് ഓഫ് മാർക്കറ്റ് ടാർഗറ്റിംഗ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ്. അവിടെ അട്രാക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുന്നു, ഓരോ സെഗ്മെൻറ്റിൻ്റെയും നല്ല കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു, ആൻഡ് സെലക്ടിങ് ദ ബെസ്റ്റ്. അഡ്വാൻറ്റേജസ്, സിൻസ് റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ട് ഫേമിന് എൻ്റയർ മാർക്കറ്റിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ മാർക്കറ്റ് ടാർഗറ്റിംഗ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ എഫേർട്സും ഒന്നിൽ കൂടുതൽ സെഗ്മെൻറ്റിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. ഇറ്റ് ഇനാബിൾസ് എ ഫേം ടു ടാപ്പ് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ദെൻ ഫൈനലി we move on to steps in market targeting. It includes mainly the market segmentation itself, segment evaluation, designing the marketing mix and product positioning. Thank you.